നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കാറ്റലൻ ഡെർബിയിലെ തകർപ്പൻ ജയം. ബാഴ്സലോണ ലാ ലീഗ കിരീടത്തോട് ഒരു പടി കൂടി അടുത്തിരിക്കുന്നു. എസ്പാനിയോളിനെ 4-1 ബാഴ്സ തകർത്ത് തരിപ്പണമാക്കിയത്. ഫെറാൻ ടോറസിൻ്റെ വക ഇരട്ട ഗോളുകൾ വന്നിരിക്കുന്നു. ലാമിനെ യമാലും മാർക്കസ് റാഷ്ഫോർഡും ഗോളുകൾ അടിച്ചു. പൊളിച്ചടുക്കിയ പ്രകടനമാണ് ബാഴ്സ നടത്തിയത്. മറുഭാഗത്ത് ലൊസാനോയാണ് എസ്പാനിയോളിൻ്റെ ആശ്വാസ ഗോൾ കണ്ടെത്തിയത്. മത്സരത്തിൽ ബാഴ്സയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ടോറസും ലോപ്പസും ഗാവിയും ലാമിനെ യമാലും ഒക്കെ ഒരുമിച്ച് അണിനിരന്നു. കളിയുടെ തുടക്കം മുതൽ ബാഴ്സയുടെ ആധിപത്യമായിരുന്നു. 9ാമത്തെ മിനിറ്റിൽ തന്നെ അവർ ഗോൾ അടിക്കുകയും ചെയ്തു. ലാമിനെ യമാലിൻ്റെ അസിസ്റ്റിൽ നിന്ന് ടോറസിൻ്റെ ആദ്യ ഗോൾ പിറക്കുന്നു. തൊട്ടു പിന്നാലെ 26ാമത്തെ മിനിറ്റിൽ യമാലിൻ്റെ അസിസ്റ്റിൽ നിന്ന് വീണ്ടും ടോറസ് ഗോൾ അടിച്ചതോടുകൂടി 2-0 ലീഡിലേക്ക് അവർ കടന്നുപോയി. അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 2 ഗോളിൻ്റെ ലീഡ് അവർക്കുണ്ടായിരുന്നു. യമാൽ മികച്ച പ്രകടനമാണ് ഈ കളിയിൽ പുറത്തെടുത്തത്, അക്കാര്യം എടുത്തു പറയണം. പിന്നാലെ 57ാമത്തെ മിനിറ്റിൽ ലൊസാനോയിലൂടെ ഒരു ഗോള് എസ്പാനിയോൾ മടക്കിയടിച്ചെങ്കിലും ബാഴ്സലോണയുടെ ഗോളടി അവിടെ തീർന്നിട്ടുണ്ടായിരുന്നില്ല. 88ാമത്തെ മിനിറ്റിൽ ലാമിനെ യമാലിൻ്റെ ഗോൾ പിറക്കുന്നു. ഇരട്ട അസിസ്റ്റിന് പുറമെ അവൻ്റെ ഒരു ഗോൾ കൂടി പിറന്നു. കഴിഞ്ഞില്ല. ഫ്രങ്കി ഡിയോങ് അദ്ദേഹം പരിക്ക് പറ്റി കളിക്കളത്തിന് പുറത്തായിരുന്നു. 84ാമത്തെ മിനിറ്റിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയ താരം 5 മിനിറ്റിനുള്ളിൽ അസിസ്റ്റും കൊടുത്തു. ഡിയോങ്ങിൻ്റെ അസിസ്റ്റിൽ നിന്ന് മാർക്കസ് റാഷ്ഫോർഡിൻ്റെ ഗോൾ കൂടി വന്നതോടെ 4-1 വമ്പൻ വിജയത്തിലേക്ക് ബാഴ്സലോണ കടന്നുപോയി എന്ന് മാത്രമല്ല, റയൽ മാഡ്രിഡുമായിട്ട് 9 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ ബാഴ്സ ലീഡ് ചെയ്യുകയാണ്. ലാ ലീഗ പോയിൻ്റ് പട്ടികയിൽ 31 കളികളിൽ നിന്ന് 79 പോയിൻറ്റോടെ ബാഴ്സലോണ ഒന്നാമതും 31 കളിയിൽ നിന്ന് 70 പോയിൻ്റുള്ള റയൽ രണ്ടാമതുമായിട്ട് നിൽക്കുന്നു. ഏതായാലും ബാഴ്സ കിരീടത്തോടടുക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.